ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർക്കുന്നതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. യഹോവയുടെ ദിവസത്തിന് സഭയുമായി യാതൊരു ബന്ധവും ഇല്ല. സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിൻ്റെ നാൾ അഥവാ കൃപായുഗം അവസാനിക്കുന്നു. യഹോവയുടെ ദിവസം ആരംഭിക്കുന്നു. ജീവസന്ദേശത്തിൻ്റെ തെസ്സലോനിക്ക ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. അധർമ്മമൂർത്തി, എതിർ ക്രിസ്തു തുടങ്ങിയ പല പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ വെളിപ്പാടിനെക്കുറിച്ച് ബൈബിളിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും പ്രത്യേകതയായി എഴുതിയിരിക്കുന്നത് അത് ലോകത്തിൽ നിന്ന് ഉള്ളതാകുന്നു, അവർ പറയുന്നതും ലൗകികമായതാകുന്നു എന്നത്രേ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നതിനെക്കുറിച്ച് വിവരിച്ചു. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം മഹോപദ്രവകാലം ആരംഭിക്കുമെന്നും അന്നായിരിക്കും യഹോവയുടെ നാൾ എന്നറിയപ്പെടുന്ന സമയമെന്നും പൗലോസ് വ്യക്തമാക്കി. എന്നാൽ ഈ പറഞ്ഞ കത്ത് തെസ്സലോനിക്കയിൽ കൂടുതൽ സംശയങ്ങൾക്ക് മുഖാന്തരമായി. അവർ കഷ്ടങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും പോകുവാൻ ആരംഭിച്ചപ്പോൾ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു എന്നും തങ്ങൾ കൈവിടപ്പെട്ടവരായി ഇപ്പോൾ മഹോപദ്രവത്തിലൂടെ പോവുകയാണെന്നും അവർ അങ്ങ് വിശ്വസിച്ചു. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ ഊന്നൽ മഹോപദ്രവകാലത്തിനാണ്. എന്നാൽ സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നത് സംബന്ധിക്കുന്ന അതിമനോഹരമായ ഒരു ഭാഗവും നാം ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും, ഇത് സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ പ്രഥമ മുഖം ഈ വാക്യത്തിൽ കാണുന്നു. ഈ സമയത്ത് യാതൊരു ന്യായവിധിയുമില്ല എന്നോർക്കണം. സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. കർത്താവിൻ്റെ നാൾ എന്ന് ഉപയോഗിച്ചിട്ടുള്ളിടത്ത് ക്രിസ്തുവിൻ്റെ നാൾ എന്നാണ് ചില പരിഭാഷകളിൽ കാണുന്നത്. ശ്രദ്ധിക്കണം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കും ശരിയായ അർത്ഥം, അല്ലെങ്കിൽ ശരിയായ പരിഭാഷ. യഹോവയുടെ ദിവസത്തിന് സഭയുമായി യാതൊരു ബന്ധവും ഈ പറഞ്ഞതുപോലെ ഇല്ല. സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിൻ്റെ നാൾ അഥവാ കൃപായുഗം, സഭായുഗം അവസാനിക്കുന്നു. യഹോവയുടെ ദിവസം ആരംഭിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് യഹോവയുടെ ദിവസം എന്നുള്ളത്, അറിയാമല്ലോ. എന്നാൽ ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർക്കുന്നതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുമില്ല. യഹോവയുടെ ദിവസം രാത്രിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ദിവസം രാത്രിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. യോവേൽ പ്രവാചകൻ പറയുന്നത് അത് അന്ധകാരമായിരിക്കും, വെളിച്ചമായിരിക്കുകയില്ല എന്നത്രേ. അത് ന്യായവിധിയുടെ ഒരു സമയമായിരിക്കും യഹോവയുടെ ദിവസം. അത് രാത്രിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. എബ്രായരുടെ ദിവസം തുടങ്ങുന്നതും രാത്രിയോടുകൂടിയായിരുന്നു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ. ഇവിടെ നാം വായിച്ചു വചനത്താലോ ലേഖനത്താലോ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദിവസം വന്നു എന്നാരോ തെസ്സലോനിക്കരുടെ ഇടയിൽ ഒരു ലേഖനത്താലോ പ്രസംഗത്താലോ
ഒരു വ്യാജ വാർത്ത പരത്തുന്ന ഒരവസ്ഥയുണ്ടായി എന്നതാണ് ഇവിടുത്തെ വിഷയം. ഈ കൂട്ടർ എല്ലാ കാലത്തുമുണ്ട്. തങ്ങൾ അതിപരിശുദ്ധരെന്ന് ചിന്തിക്കുന്ന ഈ കൂട്ടർ കരുതുന്നത് തങ്ങൾക്ക് കർത്താവിങ്കൽ നിന്ന് നേരിട്ടുള്ള ഒരറിയിപ്പ് കിട്ടിയെന്നത്രേ. തങ്ങൾ ദൈവവചനം പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നവർ ചിന്തിക്കുന്നില്ല. സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ പ്രത്യേക വെളിപ്പാടുകളിലൂടെയോ തങ്ങൾക്ക് വിവരങ്ങൾ നേരിട്ട് ലഭിക്കുന്നു എന്ന് ഇവർ അഭിനയിക്കുന്നു. ഇവരിൽ ചിലർ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ പോയി ദൈവവുമായിട്ട് ചർച്ച നടത്തിയിട്ട് വരുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവർ കാണിക്കുന്ന അബദ്ധങ്ങൾക്ക് അതിരില്ല. എപ്പോഴെങ്കിലും പറയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ യാദൃച്ഛികമായി ശരിയായാൽ അല്ലെങ്കിൽ ശരിയാക്കിയാൽ പിന്നെ എല്ലാം ശരിയാക്കിയെടുക്കുവാൻ വേലകളുണ്ട്. തോന്നലുകളെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കുമല്ലോ സംഭവങ്ങളുടെ വരവ്. ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഇവർ തോന്നലുകൾ കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. പല പ്രാവശ്യം തോന്നലുകൾ വിളിച്ചു പറഞ്ഞ് പിന്നെ തോന്നുന്നതെല്ലാം വെളിപ്പാടുകളാണ് എന്ന് ചിന്തിക്കും. ഇവർ കൂടുതലും പരസ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ സുഹൃത്തേ, ദൈവത്തിങ്കൽ നിന്നും ഈ പറഞ്ഞതുപോലെയുള്ള വിവരങ്ങൾ ആർക്കും ഇന്ന് നേരിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറയാണ്, ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റാരോ എഴുതി തെസ്സലോനിക്ക സഭയിൽ വിതരണം ചെയ്ത ലേഖനം പൗലോസും തിമോത്തിയോസും ശീലാസും കൂടി എഴുതിയതാണ് എന്നുള്ള വിധത്തിലായിരുന്നു അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തത്, പരസ്യപ്പെടുത്തിയത്. അവർ പരസ്യം ചെയ്തിരുന്ന വചനം കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്നായിരുന്നു. ഇത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രശ്നത്തിന് കാരണമായി. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അവർ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ അവർ പ്രതിസന്ധികളിലൂടെ പോയിരുന്നതിനാൽ ഇതാണ് മഹോപദ്രവകാലമെന്നും നാം കർത്താവിൻ്റെ നാളിലാകുന്നു ഇപ്പോൾ എന്നും അങ്ങനെയുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ എളുപ്പമാണ്. കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോഴാണ് മറ്റുള്ളവർ സാധാരണ നമ്മെ ചൂഷണം ചെയ്യാറുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നതുകൊണ്ടാണത് വന്നത്, ഇന്നതുകൊണ്ടാണത് വന്നത്, അവിടെ പോയാൽ വ്യക്തമായ വിവരം അറിയാം, ഇവിടെ പോയാൽ അറിയാം എന്ന് പറഞ്ഞ് പലരും നമ്മെ ഓടിക്കും. എന്നാൽ ഒരു ദൈവപൈതൽ ഇത് കേട്ട് ഓടേണ്ടവനല്ല, ഓടേണ്ടവളല്ല. മഹോപദ്രവത്തിൽ ആരംഭിച്ച് സഹസ്രാബ്ദത്തിലൂടെ തുടരുന്ന കാലയളവിനെയാണ് കർത്താവിൻ്റെ നാൾ എന്ന സാങ്കേതിക വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർത്തോണം, ന്യായവിധിയോടുകൂടി ആരംഭിക്കുന്ന ഒരു ദിവസം അത്രേ അത്. യോവേൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ യഹോവയുടെ ദിവസത്തെ കുറേ വിശദീകരിച്ചിട്ടുണ്ട്. യഹോവയുടെ ദിവസം, യഹോവയുടെ നാൾ, അത് പത്രോസ് പെന്തക്കോസ് നാളിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്ന ഒരു ദിവസം വരുന്നുണ്ടായിരുന്നു എന്ന് പത്രോസിനെ ശ്രദ്ധിച്ചവർക്ക് അറിവുള്ള കാര്യമായിരുന്നു. അത് യഹൂദന്മാരായിരുന്നല്ലോ അവിടെ കൂടിയിരുന്നതെല്ലാം. എന്നാൽ അത് വരുവാനിരിക്കുന്ന യഹോവയുടെ ദിവസമാകുന്നു എന്നും അവർക്കറിയാമായിരുന്നു. അതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. പെന്തക്കോസ്ത് നാളിൽ അത് സംഭവിച്ചില്ല, ഇല്ലേ? ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തൊരു ഭൂകമ്പവും അന്ധകാരവും ഒക്കെ ഉണ്ടായതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഈ പറഞ്ഞതുപോലെ യാതൊന്നും ഉണ്ടായില്ല. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ശബ്ദമുണ്ടായി. അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ കൂടിയിരുന്ന ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. കാറ്റില്ലായിരുന്നു, എന്നാൽ അത് പട്ടണത്തിൽ വന്നപ്പോൾ കൊടുങ്കാറ്റ് പോലെയുള്ള ഒരു ശബ്ദമായി മാറി. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ദൈവാലയ വശത്തേക്ക് ഓടുന്നതിന് അതിടയാക്കി. പത്രോസ് പറഞ്ഞത്, പെന്തക്കോസ്ത് നാൾ യോവേൽ പ്രവാചകൻ വിവരിച്ചതുപോലെയുള്ള ദിവസമാകുന്നു എന്നത്രേ. നിങ്ങൾ കരുതുന്നു ഈ പുരുഷന്മാർ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ അവർ ലഹരി പിടിച്ചവരല്ല, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. യോവേലിൻ്റെ പ്രവചനത്താൽ ആ കാലത്തെ യാഥാസ്ഥിതികരായിരുന്ന യഹൂദന്മാർ ചിന്തിച്ചിരുന്നത് ദൈവം സകല ജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരുന്ന ഒരു ദിവസം വരുന്നു എന്നത്രേ. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അത് സകല ജഡത്തിന്മേലും പകർന്നില്ല.
യഹോവയുടെ ദിവസം ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ. പത്രോസ് വീണ്ടും യഹോവയുടെ ദിവസത്തെക്കുറിച്ച് തൻ്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, എന്നാൽ കർത്താവിൻ്റെ നാൾ കള്ളനെപ്പോലെ വരുന്നതാണ്. തൻ്റെ സഭയെ ചേർക്കുവാനായി കർത്താവ് ഒരു കള്ളനെപ്പോലെ രാത്രിയിൽ വരുന്നതല്ല എന്ന് നാം നേരത്തെ ചിന്തിച്ചല്ലോ. സഭ അവന് വേണ്ടി ഉണർന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. ഉറങ്ങുന്ന ലോകത്തിലേക്കാണ് അവൻ രാത്രിയിൽ കള്ളനെപ്പോലെ വരുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇതും പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചില്ല. കർത്താവിൻ്റെ നാളിന് സഭയുമായി ബന്ധപ്പെടുത്തി സൂചന ഒന്നുമില്ല എന്ന് കാണിക്കുന്ന മറ്റൊരു തിരുവചന ഭാഗമാകുന്നു വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവരുടെ കോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. അത് സഭയെക്കുറിച്ചല്ല, സഭ അവനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, വരുന്നതായ ഒരുവനെ സഭ കാത്തിരിക്കുന്നു. കാരണം നാം അവനുമായി ഏകീഭവിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3-ാം വാക്യത്തിലേക്ക് വരികയാണ്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. നാം കബളിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വായിച്ച ഈ പരിഭാഷയേക്കാൾ കുറെ കൂടി വ്യക്തമായ ഒരു പരിഭാഷ ഞാനൊന്ന് വായിക്കാം. അവിടെ പറയുന്നത്, ആരും ഒരു വിധത്തിലും നിങ്ങളെ ചതിക്കരുത്. ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആ ദിവസത്തിന് മുമ്പ് എന്നുള്ളത് ആദ്യം ഞാൻ വായിച്ച പരിഭാഷയിലില്ല. ശ്രദ്ധിച്ചായിരുന്നോ? ഏത് ദിവസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ നാൾ, യഹോവയുടെ ദിവസം. ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് സഭയെ എടുത്തുകൊള്ളുന്നതല്ല. 2 വ്യവസ്ഥകൾ നിറവേറ്റപ്പെടുന്നത് വരെ കർത്താവിൻ്റെ നാൾ വരികയില്ല. ഒന്ന്, വിശ്വാസത്യാഗം. 2, നാശയോഗ്യനായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുകയും വേണം. ഇവ രണ്ടും കർത്താവിൻ്റെ നാൾ ആരംഭിക്കുന്നതിന് മുൻപ് സംഭവിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഇവയിൽ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. പലരും ഇതിനെ കർത്താവായ യേശു ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞതായ വിശ്വാസത്യാഗമായി വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്. വിശ്വാസം വിട്ടുകളയുന്നതുമായി വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ഒരു സൂചന കൂടിയുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇതിൽ അതിനേക്കാൾ കൂടുതൽ അർത്ഥമുണ്ടെന്ന് നാം ചിന്തിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് വെളിപ്പെടും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിട്ടുപോരുക, അല്ലെങ്കിൽ എന്തിൽ നിന്നെങ്കിലും മാറിപ്പോകുക എന്നാണ്. പൗലോസ് പറയുന്നത്, കർത്താവിൻ്റെ നാൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം നീക്കിക്കളയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. 2 വിധത്തിലുള്ള നീക്കിക്കളയലാകുന്നു സംഭവിക്കുവാൻ പോകുന്നത്. ആദ്യം വെറും ഒരു സംഘടനയായി മാത്രമുള്ള സഭ വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകും. ശ്രദ്ധിക്കണം, അതാണ് വിശ്വാസത്യാഗം എന്ന് നാം പറയുന്നത്. നാം ഇന്ന് കാണുന്ന നല്ല പങ്ക് സഭകളും ഒരു വിധത്തിൽ സംഘടനകൾ മാത്രമാണ്. അത് സഭയെന്ന് പറയാനായിട്ട് നമുക്ക് പ്രയാസമാണ്. സഭയാണോ? സഭയാണ്. സഭയല്ലയോ? സഭയല്ല. ക്രിസ്തു തലയായിട്ടുള്ള കൂട്ടങ്ങൾ മാത്രമാണ് സഭ. മൊത്തത്തിലുള്ള ഒരു വിശ്വാസത്യാഗം കർത്താവ് വരുമ്പോൾ ഉണ്ടാകും. യഥാർത്ഥ സഭ എടുത്തു മാറ്റപ്പെടുന്നതിന് മുമ്പ് അത് സംഭവിക്കുക സാധ്യമല്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് ചോദിച്ചത്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നത്രേ. വിശ്വാസം എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ അർത്ഥമാക്കിയത്, അവൻ ഇവിടെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിട്ട് പോയ സത്യം, അതാണ് ഇവിടുത്തെ കാര്യം. മനസ്സിലായല്ലോ? അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഇല്ല എന്നാകും. അവൻ മടങ്ങി വരുമ്പോൾ അവൻ ഇവിടെ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചിട്ട് പോയ ആ സത്യ ഉപദേശങ്ങൾ സഭയിൽ കാണില്ല.
2 കാരണങ്ങളാൽ മൊത്തം വിശ്വാസത്യാഗമായിരിക്കും. ഒന്ന്, സംഘടനയായി മാത്രമുള്ള സഭ വിശ്വാസം വിട്ടുമാറിപ്പോയി. അവർ നിലനിൽക്കുന്നത് തന്നെ ഒരു സംഘടനയായി മുൻപോട്ട് പോകുവാനായിട്ടാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ. അത് കർത്താവിനെതിരായിപ്പോയി. 2, മറ്റൊരു നീക്കം കൂടി നടന്നു. യഥാർത്ഥ സഭയെ ഭൂമിയിൽ നിന്നും നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ സഭയുടെ നീക്കം സംഘടിത സഭയുടെ മൊത്തത്തിലുള്ള വിശ്വാസത്യാഗത്തിന് കാരണമായി. യഥാർത്ഥ സഭ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടാതെ കർത്താവിൻ്റെ നാൾ, അതായത് മഹോപദ്രവകാലം ആരംഭിക്കുകയില്ല. സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പൗലോസ് പോകുന്നില്ല. കാരണം തൻ്റെ ആദ്യത്തെ ലേഖനത്തിൽ അവൻ ഇതിനോടകം അത് വിശദീകരിച്ചു കഴിഞ്ഞു. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ അതാണ് എടുക്കപ്പെടൽ അല്ലെങ്കിൽ സഭയെ നീക്കുന്ന കാര്യമായി പറഞ്ഞിരിക്കുന്നത്. നാം ആ ഭാഗം പഠിച്ചു കഴിഞ്ഞതാണല്ലോ. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതാണ് സഭയെ എടുക്കപ്പെടുന്ന, നീക്കുന്ന കാര്യം. ഭൂമിയിൽ നിന്നും എടുക്കപ്പെടാത്തതായ സഭ എന്ന സംഘടന അല്ലെങ്കിൽ സംഘടിത സഭ വിശ്വാസത്തിൽ നിന്നും പൂർണ്ണമായും വേർപെട്ടു പോകും. അവർ ഒരു സംഘമായി നിലകൊള്ളും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി. പേര് സഭയെന്നാ, പക്ഷേ സഭയിലെ യാതൊന്നും അതിനകത്തുണ്ടാകില്ല. വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ മഹാവേശിയായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ എടുത്തുകൊള്ളപ്പെടാത്ത സംഘടിത സഭയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആസിയയിലെ സഭകളിൽ ഒടുവിലത്തേതും 7ാമത്തേതുമായ സഭ ലവോദിക്കയിലെ സഭയാണല്ലോ. അത് പരിതാപകരമായ ഒരവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് നാം ഇന്നായിരിക്കുന്ന കാലയളവ് അതുതന്നെയാകുന്നു എന്നത്രേ. ഇന്നത്തെ സഭ യഥാർത്ഥ വിശ്വാസികൾ നീക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞതിനേക്കാൾ മോശമായ സ്ഥിതിയായിരിക്കും ഇവിടെ ഉണ്ടാകുവാൻ പോകുന്നത്. ഒടുവിലായി അത് മൊത്തത്തിലുള്ള വിശ്വാസത്യാഗത്തിൽ അവസാനിക്കും. ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഘടന, അതിനെയാണ് വേശ്യ എന്ന് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുന്നത് മണവാട്ടിയാണ്, വേശ്യയല്ല. ഭൂമിയുടെ വീക്ഷണത്തിൽ വിശ്വാസികളുടെ നീക്കം അല്ലെങ്കിൽ വേർപെടൽ അല്ലെങ്കിൽ എടുത്തുകൊള്ളപ്പെടൽ ആയിരിക്കും. സ്വർഗത്തിൻ്റെ വീക്ഷണത്തിൽ അതൊരു തട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന അനുഭവമായിരിക്കും. ആ സമയത്ത് ലോകം ഇപ്രകാരം പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, അവന്മാരെല്ലാം പോയല്ലോ. അവർ ചിന്തിക്കുന്നത് ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ വായാടികളും അധിക പ്രസംഗികളുമായിരുന്നു എന്നത്രേ. ശല്യം പോയതിൽ അവർ സന്തോഷിക്കും, ലോകം ആനന്ദിക്കും. അതവർക്ക് ദുഃഖപൂർണമായ ദിവസമാകുന്നു എന്ന് അവർ മനസ്സിലാക്കില്ല. തങ്ങൾ 1000 ആണ്ട് വാഴ്ചയുടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണെന്ന് അവർ ചിന്തിക്കും. എന്നാൽ മഹോപദ്രവകാലത്തിലേക്ക് ആകുന്നു തങ്ങൾ പ്രവേശിക്കുന്നത് എന്ന് അവർ ഗ്രഹിക്കില്ല. അത് അന്ന് വരെയും ലോകം കണ്ടിട്ടില്ലാത്ത വിധമുള്ള കഷ്ടങ്ങളുടെ സമയമാണ്. ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്ന കൂട്ടം വാസ്തവത്തിൽ വലിയ കഷ്ടത്തിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നാം പോയല്ലോ എന്നോർത്ത് അനേകർക്ക് സന്തോഷമായിരിക്കും. ഇനിയും സഭയിൽ ഈ കൂട്ടരെ കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ഈ നവീകരണ ചിന്താഗതിക്കാർ പറയും. എപ്പോഴും അവർ ബൈബിളും പിടിച്ചുകൊണ്ട് വരിക, ബൈബിള് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും ഇനിയും ഉണ്ടാകില്ലല്ലോ, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ പ്രസംഗിക്കാമല്ലോ. പിറ്റേ ഞായറാഴ്ച ഈ കൂട്ടർ അവരുടേതായ ആരാധന കെങ്കേമമായി നടത്തും. അതിനകത്തെല്ലാം കാണും, നാടകവും മിമിക്രിയും പിന്നെന്താ ഇല്ലാത്ത സകലവും കാണും. എന്നാൽ ഇത് തങ്ങൾക്ക് എത്ര പ്രയാസമുള്ളതാകും എന്നവർ ഒരിക്കലും ഗ്രഹിക്കുകയില്ല. അവർ മഹോപദ്രവകാലത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഭയാനകമായ പീഡനത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ പോവുകയാണ്. തീയുടെ വെളിച്ചം കണ്ട് ആഹ്ലാദത്തോടെ പറന്നെടുക്കുന്ന ഈയല് പോലെ അവർ മഹോപദ്രവത്തിൽ വെന്തുരുകുവാൻ പോവുകയാണ്.
സംഭവിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നാശയോഗ്യനായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. മറ്റൊരു തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത് നിയമരാഹിത്യത്തിൻ്റെ മൂർത്തിഭാവമായ വിനാശപുത്രൻ എന്നത്രേ. അതെനിക്കിഷ്ടപ്പെട്ടു. നിയമരാഹിത്യത്തിൻ്റെ മൂർത്തിഭാവമായ വിനാശപുത്രൻ. നാം സാധാരണ ഉപയോഗിക്കുന്ന തർജ്ജിമയിൽ അധർമ്മമൂർത്തി എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അവൻ വെളിപ്പെടുമ്പോൾ മഹോപദ്രവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ഇവിടെ അവനെ അധർമ്മമൂർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ അവനെ അന്തിക്രിസ്തു എന്നാണ് വിളിക്കുന്നത്, എതിർ ക്രിസ്തു. യോഹന്നാൻ മാത്രമേ ആ പദം ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലർക്കും ആ പദം ശരിയല്ല എന്ന് ഒരു വാദമുണ്ട്. അന്തിക്രിസ്തുവിന് ബൈബിളിൽ 30 വ്യത്യസ്ത പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ പഴയ നിയമത്തിലെ ഒരു വിഷയമാകുന്നു. അവൻ സാത്താൻ്റെ ആളായിട്ടാണ് അറിയപ്പെടുന്നത്. റോമൻ സാമ്രാജ്യത്തെ വീണ്ടും ഒന്നിച്ചു ചേർക്കുവാൻ പോകുന്നവൻ ഇവനാണ്. ഒടുവിലായി അവൻ ഒരു ലോക സ്വേച്ഛാധിപതിയായി തീരും. അവൻ ലോകത്തെ ചതിക്കുവാൻ പോകുകയാണ്. അവന് വേണമെങ്കിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കാവുന്നതാണ്. എന്നാൽ അവന് മഹോപദ്രവകാലം ആരംഭിക്കുന്നത് വരെ അവൻ്റെ അധികാരത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയുകയില്ല. പൗലോസ് അവനെക്കുറിച്ച് കൂടുതലായി നമ്മോട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് നോക്കാം. അവിടെ കാണുന്നത്, അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ്റെ അവകാശവാദങ്ങളിലൊന്ന് അവൻ ദൈവമാകുന്നു എന്നതായിരിക്കും. ഈ ലോക സ്വേച്ഛാധിപതിയുടെ അവകാശവാദങ്ങളിലൊന്ന്, അവൻ രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് അതിനെ ഭരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാക്കും. ലോകം ചിന്തിക്കും അവൻ ക്രിസ്തുവാകുന്നു, മശിഹായാകുന്നു എന്ന്. അതത്രേ വലിയ കള്ളം. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ പൗലോസിനൊരു മടിയുമില്ല. ഒരു പ്രസംഗകൻ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുകയും സമയം കളയുകയും ചെയ്യരുതെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പൗലോസ് അത് ചെയ്തു. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. തുടർന്നുള്ള ഭാഗത്ത് അധർമ്മമൂർത്തിയെ നാം കാണുന്നു. അവനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 6-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ലോകത്തിൽ ദുഷ്ടതയെ തടുത്തു നിർത്തുവാൻ കഴിയുന്നത് എന്തിനാണ്? അത് ചെയ്യുവാൻ കഴിയുന്നതായി എനിക്കറിയാവുന്ന ഒരേ ഒരാൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഭരണകർത്താക്കൾക്ക് അത് സാധ്യമല്ല, അതവർ ചെയ്യുന്നുമില്ല. റോമൻ സാമ്രാജ്യത്തിനത് സാധ്യമല്ല. അവർ തന്നെ ഒരു ദുഷ്ടശക്തിയായിരുന്നുവല്ലോ. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. മറ്റൊരു തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത്, നിയമരാഹിത്യം ഇപ്പോൾ തന്നെ നിഗൂഢമായി പ്രവർത്തന നിരതമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തിയെ തടഞ്ഞു നിർത്തുന്ന ആൾ വഴിമധ്യേ നിന്ന് മാറുമ്പോൾ മാത്രമേ അത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അത് കുറേ കൂടെ ക്ലിയർ ആണല്ലേ. അധർമ്മത്തിൻ്റെ മർമ്മം പൗലോസിൻ്റെ സമയത്ത് തന്നെ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. ഈ മർമ്മം അത് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ആ ഉപമ. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളാകുന്നു 13-ാം അധ്യായത്തിൽ. അവ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയും ലോകത്തിൽ ഇന്നുള്ള സഭയുടെ അവസ്ഥയും വിശദീകരിക്കുന്നതാണ്. ദൈവവചനം ലോകമാകുന്ന വയലിൽ വിതച്ചിരിക്കുന്നു. എന്നാൽ ഒരു ശത്രു വന്ന് അതിനിടയിൽ കളയും വിതച്ചു. കളയും ഗോതമ്പും ഇന്ന് ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നു. സഭയ്ക്കകത്ത് അധർമ്മികൾ ഇന്നും ദൈവമക്കളായി തീർന്നിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ദൈവവചനവും അധർമ്മവും ഇന്ന് ഒരുമിച്ച് വളരുകയാണ്. ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. അല്ല, വേറൊരു ആശയത്തിൽ പറഞ്ഞാൽ ലോകം കൂടുതൽ നല്ലതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോകചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം ദൈവവചനം അറിയിക്കപ്പെടുന്നത് ഈ കാലയളവിലാകുന്നു. ഇത് രണ്ടും ഒരു സമയത്ത് നടക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് മിക്കവാറും ഇടങ്ങളിൽ എന്നത്തെക്കാളും ഏറെ ദൈവവചനത്തിന് വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്. വചനം വളരുന്നു, ഗോതമ്പും വളരുന്നു, എന്നാൽ കളയും കൂട്ടത്തിൽ വളരുന്നുണ്ട് എന്നോർക്കുക.
അധർമ്മം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ യുഗത്തിൽ സാത്താൻ സകല നിയന്ത്രണവും എടുത്ത് മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുകയില്ല. സാത്താനെ അങ്ങനെ അങ്ങ് വളരുവാൻ സമ്മതിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ അത് അത്യാപത്തായിരിക്കും. അപ്പോൾ അധർമ്മം ഭൂലോകം മുഴുവൻ പകരപ്പെടും. ഇന്നത്തെ അവസ്ഥ മോശമാണെന്ന് തോന്നുന്നവർ ഈ പറഞ്ഞ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും. എപ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റപ്പെടുന്നത്? അവൻ സഭയോടൊപ്പം എടുത്തു മാറ്റപ്പെടും. അപ്പോൾ മഹോപദ്രവകാലത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരിക്കേയില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഉണ്ടായിരിക്കും. പെന്തക്കോസ്ത് നാളിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും അവൻ ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ സഭായുഗത്തിൽ അവൻ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായൊരു ദൗത്യമായിരുന്നെന്ന് മാത്രം. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷവും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ഒരു ദൗത്യവുമായിട്ടായിരിക്കും ഇവിടെ ഉള്ളത്. താൻ നമ്മെ വീണ്ടെടുപ്പ് നാളിൽ കർത്താവിൻ്റെ മുൻപിൽ നിർത്തുകയും അവന് നൽകുകയും ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടുകയാണ്. അവൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം ഒരിക്കലും അത് സാധിച്ചെടുക്കുകയില്ല. നമ്മെക്കൊണ്ട് അതിന് കഴിയില്ല. നമ്മിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് എത്ര മഹത്തായ ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. അവൻ നമ്മെ മുദ്രയിട്ട് സൂക്ഷിച്ച് കർത്താവിന് നൽകിയതിന് ശേഷം അവൻ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് തൻ്റെ മുൻകാല ദൗത്യം ഏൽക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അവൻ ദുഷ്ടതയെ തടുക്കുകയില്ല. പിശാച് തൻ്റെ ഇഷ്ടം പോലെ കുറേ നാൾ പ്രവർത്തിക്കുവാൻ അവൻ അനുവദിക്കും. പിശാചിന് അങ്ങനെ ലോകത്തിൻ്റെ അധികാരം ലഭിക്കുമ്പോൾ ഭൂമിയിലായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല സുഹൃത്തെ. ഇന്നായിരിക്കുന്നത് പോലെ മോശമായിരിക്കും അന്നും എന്നത്ര എനിക്ക് തോന്നുന്നത്. കൂടുതൽ മോശമായിരിക്കും. അതുകൊണ്ട് പിശാചിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും ആഗ്രഹിക്കുന്നില്ലല്ലോ. എങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വിധേയപ്പെടുക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്നാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവജനവും ഭൂമിയിലുള്ളിടത്തോളം കാലം പിശാചിന് ഭൂമിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. നമ്മിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.